ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് പേഴ്സണലായിട്ട് ചിലവർ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് ദിവസമായല്ലോ തേർഡ് പാർട്ടി റീഡിംഗ് എടുത്തിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നോട്ടേക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ, അവർക്ക് ഏത് രീതിയിലാണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഇപ്പോൾ ഉള്ളത്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങളെ കുറിച്ച് ഇനി ഓർക്കുന്നില്ലേ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്, ഒരു നല്ല ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക, ആ ഒരു പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് എല്ലാം നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ കണക്ട് ആവുക. അതുപോലെ ഇതൊരു ജനറൽസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ തന്നെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. പൊളിറ്റിക്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് രണ്ട് മുഖം അണിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് അവരുടെ ഉള്ളിലുള്ള രൂപമല്ല അവർ പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മുഖം മൂടിയാണ് അവർ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂസോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവര് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുന്നുണ്ടായിരിക്കണം. നമുക്ക് കുറച്ച് കാർഡുകൾ കൂടെ എടുത്തു നോക്കാം. ഫൈറ്റിംഗ് വന്നിട്ടുണ്ട്, ലെറ്റിംഗ് ഗോ, ദി ഔട്ട്സൈഡർ, ന്യൂ വിഷൻ, നോത്തിങ്നെസ്, ഗിൽറ്റ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. എക്സിസ്റ്റൻസ്, ക്രിയേറ്റർ, ദി ഫൂൾ, ടോക്സിസിറ്റി, ലോസ്, doubts, lonely, control, unexpected storm. Okay. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന സ്പ്രെഡുകളാണിത്. അപ്പൊ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരു മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഫൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ലെറ്റ് ആൻഡ് ഗോ, ഔട്ട്സൈഡർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ ഔട്ട്സൈഡർ ഇവരുടെ റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളും ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ തീർച്ചയായിട്ടും അറിയുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കണം. എന്നിട്ടും അതായത് നിങ്ങളുടെ ബന്ധം മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഇടയിലേക്ക്
വന്ന് കയറിയ വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്ന് കയറിയതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിപ്പോയിരിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഒരു ഘടകമാണ് എന്നുള്ളത് ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി ആരാണ് എങ്കിലും അവർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ഇവര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കൊണ്ടുപോയെങ്കിൽ പോലും ഇപ്പോ ഇവർക്കിടയിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേരിൽ ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെ അനുകൂലിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവര് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഒരു രീതിയിലും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ സാഹചര്യം കൊണ്ടിട്ട് അവരൊരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. അതായത് പുറമെ മറ്റൊരു മുഖം കാണിച്ചിട്ട് ഉള്ളിൽ മറ്റൊരു മുഖം വെച്ചിരിക്കുന്നു. അവർക്ക് യാതൊരു രീതിയിലും അവിടെ പ്രത്യേകിച്ച് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രീതിയിൽ ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കൂടുതലായിട്ട് പ്രതികരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഇവർക്കിടയിൽ നിരന്തരമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേരിൽ തന്നെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഇവരെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കുത്തി നോവിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പേരിൽ വന്നിട്ട്. അപ്പൊ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു രീതിയിലും നിങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് അവിടെ പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ ആളാവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അവരൊരു ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ചിരിച്ച മുഖത്തോടു കൂടി, അല്ലാന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഫീലിങ്സോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ഐസൊലേഷൻ പീരീഡ് എന്നതുപോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിട്ട് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ അവരുടെ മനസ്സ് എന്ന് പറയുന്നത് എത്രയും വേഗം ലെറ്റ് ഇൻ ഗോ ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ 2 ലെറ്റ് ഇൻ ഗോ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്കും ലെറ്റ് ഇൻ ഗോ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടിട്ട് മാറി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷനെ അവർ മനസ്സിലാക്കിയത് പോലെ അല്ല അവരുടെ ഒരു രീതികള്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യ സമയത്ത് കണ്ട് പരിചയപ്പെട്ട സമയത്തൊക്കെ ഇവർ ഒട്ടും കരുതിയിട്ടുണ്ടാവില്ല ഇവർക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. ഇവർ എല്ലാ രീതിയിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ കെയറിങ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് തിരിച്ചും ഇവരിലേക്ക് അത് നൽകാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതുപോലെ ഒരു അഡിക്ഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അവർക്ക് അതിൽ ഗിൽറ്റ് ഫീൽ തോന്നുന്നതായിട്ടാണ് കാണുന്നത്. നോ തിങ്ക്നെസ് ആണ് വന്നിരിക്കുന്നത്. ഒരുതരം ഇരുളടഞ്ഞ ജീവിതം പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രോത്തോ കാര്യങ്ങളോ സന്തോഷമോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ രീതിക്കും ലോസ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ നിൽക്കും തോറും അവരുടെ ഒരു ക്യാരക്ടർ പോലും ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ഒരു ഐഡന്റിറ്റി, അവരുടെ ഒരു വ്യക്തിത്വം പോലും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പല രീതിയിലും അവരവിടെ ശ്രമിക്കുന്നുണ്ട് അവരെ പിടിച്ചു നിൽക്കാനായിട്ടാണെങ്കിലും അവരെ തന്നെ സ്വയം കൺട്രോൾ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മുന്നോട്ടേക്ക് പോകാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു രീതിക്കും അവർക്ക് അവിടെ സമാധാനമോ സന്തോഷമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കാരണം ടോക്സിസിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേരിൽ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഇവരുടെ അടുത്തേക്ക് ഒരു പാറ്റേൺ പോലെ ഒരു ട്രോമ പീരീഡിലേക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇവരുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. തീർച്ചയായിട്ടും ഒരു കർമ്മ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ പോയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ നിന്ന് തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. തികച്ചും ഒരു ട്രോമ പീരീഡിലൂടെ ലൈഫ് ഫുൾ ആയിട്ട് സ്റ്റക്ക് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഒരു ലോ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർക്ക് ഇവരുടേതായ പൂർണ്ണമായിട്ടുള്ള ഒരു രീതികളോ ഇവരുടെ സ്വന്തം ക്യാരക്ടറോ ആ ഒരു വ്യക്തിത്വമോ ഒന്നും തന്നെ ഇവർക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചധികം ഒരു നല്ല ഒരു സൊസൈറ്റിയിലൊക്കെ നല്ല ഒരു പേരൊക്കെ എടുത്ത വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ. ഇവർക്ക് ഇങ്ങനത്തെ ഒരു തെറ്റ് പറ്റിയത് ഇവർ ഒരു രീതിയിലും പുറത്തേക്ക് കാണിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഈ ഒരു പേഴ്സണും ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കാം. ഇവരുടെ എന്തൊക്കെയോ ഒരു തെറ്റായ തീരുമാനം കൊണ്ടിട്ട് പോയ ഒരു ഇടമാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ തല ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് അവരുടെ ഒരു ഹേർട്ട് ചക്രാസ് അതുപോലെ തന്നെ അവരുടെ ഒരു സേക്രൽ ചക്ര എല്ലാം തന്നെ ബ്ലോക്ക്ഡ് ആയിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം ഇതുവരെ. കാരണം നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ അത്രത്തോളം ഒരു വശീകരിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അവർ ആ ഒരു സ്നേഹമൊക്കെ കാണിച്ചിട്ട് വളരെയധികം ആ ഒരു കെയറിങ് ഒക്കെ കൊടുത്തപ്പോൾ
ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഒക്കെ ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും കൂടി അറിയാവുന്ന നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങളോട് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് വലയത്തിൽ തന്നെ ഉള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഒട്ടും കരുതി കാണില്ല ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവൊന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കേറി വന്ന ഈ ഒരു പേഴ്സൺ അത്രയും നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്തപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടും കൂടി ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഇവരിലേക്ക് ഒന്ന് ചാഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇവരിലേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരു എനർജി. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്ത് പോവുകയോ അങ്ങനെ വിട്ട് കംപ്ലീറ്റ് പോവുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചിലവരുടെ കേസിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് കംപ്ലീറ്റ് പോയിട്ടുണ്ടാകാം. ചിലവരുടെ കേസിൽ ഇവരുടെ വിചാരം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കില്ല ഇവർ ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ള എനർജീസും കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാമെന്ന് തന്നെ കാണുന്നത്. കൂടുതലായിട്ട് അറിയാന്ന് പറയുമ്പോൾ ചിലവരുടെ കേസിൽ ആരാ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടാവുകയില്ല. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവര് ഒരു തേർഡ് പാർട്ടി ആയിട്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതൊരു വില്ലൻ ആയിട്ട് കടന്നു വരും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള തേർഡ് പാർട്ടിയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബന്ധത്തിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ സമാധാനക്കേടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു രീതിയിലും ഇപ്പൊ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് എനർജീസ് സ്വന്തം നിയന്ത്രണം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ. ഭയങ്കരമായിട്ട് ഒരു പ്രശ്നക്കാരൻ അല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരി എന്നുള്ള വ്യക്തികളായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരതെല്ലാം അവരുടെ ആ ഒരു എല്ലാവിധ കൺട്രോളും കംപ്ലീറ്റ്ലി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന എനർജി ആയിട്ടാണ് കാണുന്നത്. അവർക്ക് നിരന്തരമായിട്ട് മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കിടയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അവരല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് നടന്നിരിക്കുന്നത്. ഒരു കർമ്മ വേണമെങ്കിൽ നമുക്ക് ഒരു കർമ്മ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്രതീക്ഷിതമായിട്ട് നേരിട്ടിരിക്കുന്ന ഒരു ഡിസ്ട്രക്ഷൻ ആണ്, ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ കാണുന്നത്. സഡൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഒരുപക്ഷെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എനർജിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴെങ്കിലും നിങ്ങളെ കുറിച്ചൊന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ രണ്ടുപേരും എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ കാണുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടേത് വന്നിട്ടുണ്ടായിരിക്കാം. ഇനി നിങ്ങളുടേത് തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും സിറ്റുവേഷൻസും ആയിരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഇവർക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്താ പറയാ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നിന്നും എത്രയും വേഗം ഒന്ന് മാറിപ്പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന ഒരു എനർജി തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരിപ്പോ തീർത്തും ഒരു മെഡിറ്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായ ഒരു സ്വസ്ഥത ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കണ്ടെത്താനായിട്ട് ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒട്ടും തന്നെ സന്തോഷമില്ലാതെ തികച്ചും ഏകാന്തമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് സ്വന്തം ലൈഫിന് സ്വന്തം ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ഇതെല്ലാം തന്നെ ലെറ്റ് ഗോ ചെയ്ത് ഇതിൽ നിന്നെല്ലാം മാറിപ്പോയതിനു ശേഷം തനിക്കൊരു സ്വന്തമായിട്ട് സമാധാനം നിറഞ്ഞ ജീവിതം വേണമെന്നാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് സമാധാനക്കേടില്ലാത്ത ഒരു ജീവിതം ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ബ്ലൈൻഡ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ രീതിക്കും ഒരു ഇരുടടഞ്ഞ ഒരു ഗുഹയ്ക്കുള്ളിൽ കിടക്കുന്ന എങ്ങനെയിരിക്കും ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഈ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത് അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് ആരെയോ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർക്ക് ആരെയോ വളരെയധികം മിസ് ചെയ്യുകയാണ്. ആ മിസ് ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള ജീവിതം തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അതും കൂടെ കണക്ട് ചെയ്യാവുന്നതാണ്. മിസ്സിംഗ് സമൺ ആണ് വന്നിരിക്കുന്നത്. തികച്ചും സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടിട്ട് എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട് നിന്ന് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് മൈൻഡ് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് തോട്ട്സിലാണ് നിൽക്കുന്നത്. ഒരു ചെളിയിൽ വീണ് കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സ്വയം നിയന്ത്രിക്കാനും സ്വയം കൺട്രോൾ ചെയ്യാനും എല്ലാ രീതിക്കും ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇവർക്ക് അതിനിപ്പോ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിടയിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഡെത്ത് ആണ് വന്നിരിക്കുന്നത്. ഡെത്ത് കാർഡ് ആണ് വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അവിടെ എൻഡ് ആക്കിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് സ്വയം തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കൂടുതൽ കാണുന്നത്. അപ്പൊ ഇവരുടെ സിറ്റുവേഷനിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരു രീതിയിലും അവിടെ ഹാപ്പി അല്ല. അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവർ കുറച്ചധികം എല്ലാവരുടെയും മുമ്പിൽ ഒരു നല്ല ഇമേജ് ഒക്കെ ഉള്ള വ്യക്തികളായതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ വിട്ടൊക്കെ പോകുന്നപ്പോൾ
അവരിപ്പോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ഇവർ എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നോ അത്രത്തോളം ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ തലയിൽ കയറി ചെവി തിന്നുക എന്ന് പറയുന്ന ഒരു രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു രീതി ഇവർക്ക് അവിടെ എന്താ പറയാ ഉൾക്കൊണ്ടിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇവർ കുറച്ചധികം സമയം അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ നിന്നിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോ വീണ്ടും വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ്ലി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോകണം എന്ന് മാത്രമല്ല ഈ ഒരു ബന്ധത്തിനെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ട് കടന്നു പോരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർ തിരഞ്ഞെടുത്ത ഒരു വഴി അല്ലെങ്കിൽ അവരുടെ തീരുമാനം തികച്ചും റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ചെയ്തത് തെറ്റാണ്, ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നൊക്കെ ഒരു തിരിച്ചറിവ് വന്നു നിൽക്കുന്ന വ്യക്തികളുടെ എനർജി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ ദിവസവും കടന്നു പോകുന്തോറും വീണ്ടും വീണ്ടും ഒരു വലിയ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത്രത്തോളം പ്രശ്നങ്ങളുടെ നടുവിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ലൈഫ്, ആ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബന്ധമാണോ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവരെന്താണ് നിങ്ങളെ കുറിച്ച് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, എന്ത് രീതിയിലുള്ള ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇപ്പോൾ എന്താണ് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ്. അപ്പൊ ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് മൊമെന്റ് ടു മൊമെന്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അവരുടെ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ തന്നെ അവർ ഏതോ ഒരു വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നു, അവരുമായിട്ടുള്ള ലൈഫ് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് തന്നെ കാണിക്കുന്നു. മൊമെന്റ് ടു മൊമെന്റ്, നിമിഷം, ഓരോരോ നിമിഷങ്ങളിലും അവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്ന ഓരോ നിമിഷങ്ങളിലും അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുകയാണ്. പോസിബിലിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ പേഴ്സണിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മൂൺ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ എങ്കിലും നിങ്ങളെ കുറിച്ച് ഇപ്പൊ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൺ അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇവരുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു പോസിബിലിറ്റീസ് അവിടെ വന്നിരിക്കുന്നത്. എങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു ഭയം അവര് പല രീതിയിൽ തളർത്തുന്നുണ്ട്. ഒരു സൈഡിൽ ആഗ്രഹം വരുമ്പോൾ മറു സൈഡിൽ അവർക്കൊരു ഭയവും വരുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ, വരുന്നത് വരട്ടെ, എന്തെങ്കിലും ആവട്ടെ, എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കറുത്ത മറയെ എല്ലാ രീതിയിലും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വേണം പുറത്തേക്ക് വരാനായിട്ട്. പക്ഷെ പേഷ്യൻസ് ആ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു കറക്റ്റ് ടൈം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹീൽ ആകാനായിട്ട്, ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. ഇവരെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് എതിർത്ത് പറയുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിലും പേഷ്യൻസ് ആണ്. സമാധാനപരമായിട്ട് തന്നെ ഇതിനെ ഡീൽ ചെയ്യണമെന്നും ആ ഒരു പേഷ്യൻസോട് കൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് ഇവർക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു ഹീലിംഗ് ടൈം എടുത്തതിന് ശേഷം വന്നാൽ മതി. അതുവരെ കാത്തിരിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവർക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു അബണ്ടൻസ്, ഒരു സന്തോഷവും സമൃദ്ധിയും വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ തെറ്റായതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു കറുത്ത മറ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറാണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം, കെയറിങ്, സ്നേഹം, ഒരു റെസ്പെക്ട് ഒക്കെ തോന്നുന്നു. ഓക്കെ, സ്നേഹം പ്രണയം മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം ഒരു ബഹുമാനം തോന്നുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അവരുടെ ഈ ഒരു വിഷനെ മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നു എന്നുള്ളത്.
അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അതേ എനർജി തന്നെയാണ്. ഈ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു കമ്പാരിസൺ പോലെ അവർ ഈ ഒരു തേർഡ് സിറ്റുവേഷനെ നിങ്ങളെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനമാണ് തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഈ ഒരു രീതിയിലൊന്നും പെരുമാറിയിട്ടുണ്ടാവുകയില്ല. അവയർനെസ് ആണ് വന്നിരിക്കുന്നത്. അവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. പുതിയൊരു ഉണർവ് വന്നിരിക്കുന്നു. ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ തേർഡ് സിറ്റുവേഷനിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിൽ ഈ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതിനെ ചിലപ്പോൾ ഒന്ന് ബാക്കിലേക്ക് വലിഞ്ഞ് എന്താ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അറിയാതെയൊക്കെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ അവർ തയ്യാറാണെന്നാണ് വന്നിരിക്കുന്നത്. പേഷ്യൻസ് നമുക്കിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈം തരാനായിട്ടും നിങ്ങൾക്ക് ഇവരെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കി ഇവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം വന്നാൽ മതി. കാരണം ഇവർ മനസ്സുകൊണ്ടിട്ട് എല്ലാ രീതിക്കും ആ ഒരു തേർഡ് സിറ്റുവേഷനെ വിട്ട് തന്നെ പോകുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. മറ്റു ചില വ്യക്തികളുടെ കേസിലാണ് അവർ അവിടുന്ന് പോരാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു വ്യക്തിക്ക് പുതിയൊരു തിരിച്ചറിവും ഉണർവും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹവും പ്രണയവും ഒക്കെ അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അട്രാക്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു ഫീലിങ്സ് അട്രാക്ഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് നിങ്ങളുടെ ആ ഒരു presence നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി ഒരുപക്ഷെ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. ആക്റ്റീവ് ആയിരുന്നു എന്ന് മാത്രമല്ല ഇവർക്ക് വളരെ സന്തോഷം, സമാധാനം, അതുപോലെ ഇവരുടെ ലൈഫിൽ ഇവരുടെ എല്ലാ രീതിക്കും നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നതുകൊണ്ട് ഇവർ മുകളിലേക്ക്, അതായത് ഒരു ഹൈ എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർ ഈ ലോ എനർജിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയപ്പോൾ തന്നെയാണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ, ആ ഒരു ബന്ധത്തിന്റെ തീവ്രത, കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലിയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒരു പുതിയ സൈക്കിൾ, ന്യൂ സൈക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെ കർമ്മ അല്ലെങ്കിൽ താൻ ചെയ്ത കർമ്മയുടെയാണ് ഇതെല്ലാം തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കംപ്ലീറ്റ്ലി ഉള്ള ഒരു വ്യക്തികളുടെ എനർജി തന്നെ കാണുന്നത്. അപ്പൊ ആ ഒരു കർമ്മയെല്ലാം തന്നെ ആ ഒരു കാർമിക് കംപ്ലീഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിലെ ഒരു ഫൗണ്ടേഷൻ, ഒരു സ്ട്രോങ് അടിത്തറ ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് തന്ന അല്ലെങ്കിൽ ഒരു മാരേജ് നടത്തി, ഒരു സെലിബ്രേഷൻ നടത്തി ഈ ഒരു ബന്ധത്തിനെ ഒരു കുടുംബജീവിതമായിട്ട് തന്നെ നിങ്ങളുമായിട്ട് പോകണം. നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് നിങ്ങളുടെ അത്രയും ഒരു കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ രീതികളുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു പാർട്ട്ണറെ ഇനി ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പൊ നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ വേണ്ടത്. നിങ്ങളുമായിട്ടാണ് ഒരു ബന്ധത്തിന്റെ പുതിയ തുടക്കം കുറിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഒരു പുതിയ സൈക്കിൾ നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ഓർമ്മകളാണ് അവരുടെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഹോപ്പ് ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇവർ ഇത്രത്തോളം ഡൗൺ ആയിട്ടും ഫൈറ്റിംഗ് എനർജിയിലും സന്തോഷവും സമാധാനവും വ്യക്തിത്വവും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മകൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. മനസ്സുകൊണ്ട് ഒരു 1000 തവണ നിങ്ങളുടെ അടുത്തേക്ക് അപ്പോളജി, അതായത് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അവർ ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ, നമുക്ക് ഓൾറെഡി ആദ്യമേ തന്നെ വന്നിരുന്നു, അവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ വരുന്നുണ്ട്. അവർ എന്ത് മണ്ടത്തരമാണ് ഈ ഒരു കാണിച്ചത്, ഇത്രത്തോളം ഒരു നല്ല ഒരു ബന്ധത്തിൽ നിന്നിട്ട് അവർ എന്തിനാണ് ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തത് എന്നുള്ളത് ഇവരെ തന്നെ ഒരുപാട് ഡൗൺ ആക്കുകയാണ്. മനസ്സുകൊണ്ട് ഒരു 1000 പ്രാവശ്യം നിങ്ങളോട് മാപ്പ് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിനോട് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത്രത്തോളം ഉറക്കെ നിലവിളിക്കുന്നു, അല്ലെങ്കിൽ അത്രത്തോളം നെഞ്ച് പൊട്ടി കരയുന്നു. 3 of Swords ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വിരഹവേദന എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇമ്മച്യൂർ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ എനർജി അല്ല നമുക്കിവിടെ വന്നിരിക്കുന്നത്. കുറച്ചധികം മെച്യൂരിറ്റി ഒക്കെ ഉള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറച്ചധികം ഏജ് ഒക്കെ കൂടുതലുള്ള പേഴ്സൺ ആയിരിക്കും ഇവര്. എന്തായാലും ഇവർക്ക് അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. എന്നിട്ടും താൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഏത് രീതിയിൽ മാപ്പ് പറയാനാണെങ്കിലും അത്രത്തോളം തയ്യാറായി നിൽക്കുന്നു. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് തന്നെ ഇവർക്ക് ഇവരുടെ വ്യക്തിത്വവും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അതാണ് അവർക്ക് സഹിക്കാൻ കഴിയാത്തത്. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സന്റെ അടുത്ത് ആയിരുന്നു അങ്ങനത്തെ ഒരു രീതി എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും അത് സഹിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ അതിനുള്ള ഒരു worth ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അതിനൊരു എന്താ പറയാ correct ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ അടുത്തുനിന്ന് താഴ്ന്നാലും കുഴപ്പമില്ല, പക്ഷെ അവര് ആ ഒരു താഴ്ന്ന സ്ഥലം അവർക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ആ ഒരു വേദനയും നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന വേദനയും എല്ലാം കൂടെ നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സിലേക്ക് എത്തിക്കുകയാണ്.
അവർ ഈ ഒരു സമയത്ത് ഒരുപാട് മെഡിറ്റേഷൻ കാര്യങ്ങൾ യൂണിവേഴ്സ് ആയിട്ട് അടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. അവർ തീർത്തും ഒരു ഹെർമിറ്റ് എനർജിയിലാണ് നിൽക്കുന്നത്. തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങളിപ്പോൾ അവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല. പുറമേ കാണുമ്പോൾ ഒരു ഹാപ്പി ആണെന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ബാക്കി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് ആണ് വന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർത്തും അവർ ഒട്ടും അവിടെ ഓക്കെ അല്ല, അല്ലെങ്കിൽ അവർ അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അവർക്ക് നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. മനസ്സുകൊണ്ട് ഒരുപാട് വേദനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി. അതുപോലെ നിങ്ങളുടെ മെമ്മറീസ്, നൊസ്റ്റാൾജിയ മെമ്മറീസ് ആണ് വന്നിരിക്കുന്നത്. മിസ്സിംഗ് സമ്മൺ നമുക്ക് അഗൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ആദ്യത്തെ എനർജിയിലും വന്നിരുന്നു അവർ ആരെയോ മിസ് ചെയ്യുന്നതായിട്ട്. ഇവിടെയും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണമെന്നും നിങ്ങളുമായിട്ടൊരു ജീവിതം മുന്നോട്ടേക്ക് വേണമെന്നും ആഗ്രഹിക്കുന്നത്. ഡിവൈൻ ആയിട്ട് തന്നെ ഒന്നിപ്പിച്ച വ്യക്തികളായിരിക്കും നിങ്ങളിത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധം ഒരിക്കലും പൂർണ്ണമായിട്ടും അറുത്തുമുറിഞ്ഞു പോവാത്തതും. ഇവരിപ്പോ ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇവർക്ക് ഭയങ്കര ദുഃഖഭാരം മാത്രമല്ല കുറ്റബോധവും. കുറ്റബോധത്തിന്റെ ഭാരവും ദുഃഖഭാരവും എല്ലാം കൂടി ചുമന്ന് ഒരു തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ഇവർ മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം നിങ്ങളിലേക്കുള്ള ഒരു ബന്ധത്തിന്റെ പുതിയ തുടക്കമാണ് ഇവർക്ക് വരാനിരിക്കുന്നത് എന്നാ പറയുന്നത്. ഇവർ അതാണ് ആഗ്രഹിക്കുന്നതും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ കൈയിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ ഇവർക്ക് മിസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്ന യൂണിയൻ ആണ്. നമുക്ക് സെയിം ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇവിടെയും രണ്ട് വ്യക്തികൾ ഒരുപോലെ കൈപിടിച്ചിരിക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെ. സോൾമേറ്റ് എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. തികച്ചും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവന്നിട്ട് ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു മനോഹരമായിട്ടുള്ള മുന്നോട്ടേക്കുള്ള കൊണ്ടുപോക്ക് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ നിങ്ങളുടെ ബന്ധത്തിന് ഉറപ്പിച്ചിട്ട് ആ ഒരു സക്സസിലേക്ക് ഒരു പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർക്ക് ഒരുപാട് ഭയം ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഒരു സൈഡിൽ ആഗ്രഹവുമുണ്ട്. എത്രത്തോളം ഭയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗോയിങ് വിത്ത് ദ ഫ്ലോ, പോകുന്ന വഴി പോകട്ടെ എങ്കിലും പ്രതീക്ഷയോടുകൂടി പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി ഇവര് കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സോടുകൂടി, നമുക്ക് ഓൾറെഡി ഇവിടെ വന്നു പേഷ്യൻസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടേതായ ടൈം തന്ന് കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അവർക്ക് അറിയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല അവർ കുറച്ചധികം മെച്ചൂർഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടേതായ ഒരു ടൈം നിങ്ങൾ എടുത്തോട്ടെ എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് ഹീൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ പരീക്ഷിച്ചിട്ടോ എങ്ങനെയാണോ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാനോ നിങ്ങളെ ഇനി ഉപേക്ഷിക്കാനോ അവർ തയ്യാറല്ല. നിങ്ങൾ ആ ഒരു വേദനിച്ച ആ ഒരു വേദന അവർക്കിപ്പോൾ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട്. അതിന് മനസ്സുകൊണ്ട് എല്ലാ രീതിയിലും മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ക്ഷമാപണം നടത്തിയിട്ട് നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹത്തിനെ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് തരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 8 of cups ആണ് വന്നിരിക്കുന്നത്. പോയി നിന്ന സ്ഥലത്ത് കിട്ടിയിരിക്കുന്ന വലിയ പൊള്ളൽ തന്നെയാണ് അവരെ തിരിച്ച് ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പുതു വെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളുടെ പേഴ്സൺ. പുതു വെളിച്ചത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ പോലും ഹീൽ ചെയ്യിച്ചുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ ഒരു യൂണിവേഴ്സുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർത്തും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം ഇനി ഇത് മുന്നോട്ടേക്ക്. മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ഇനി തയ്യാറല്ല. മറ്റൊരു വ്യക്തികളെയും ഈ ഒരു ബന്ധത്തിലേക്ക് അടുപ്പിക്കാനും നിങ്ങളുടെ പേഴ്സൺ ഇനി തയ്യാറല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ കറന്റ് സിറ്റുവേഷനും അവരവിടെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുകയാണ്. നിങ്ങളെ വളരെയധികം ഓർക്കുകയാണ്. അവര് ലൈഫിലേക്ക് വീണ്ടും നിങ്ങളെ അട്രാക്ട് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷെ അത് നിങ്ങൾക്ക് തീർത്തും ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ഡിസിഷൻ എടുത്തോട്ടെ, ഇവരെ ഏത് രീതിയിൽ വേണമെങ്കിലും പരീക്ഷിച്ചോട്ടെ. കാരണം സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ തെറ്റായതുകൊണ്ട് തന്നെ
അതിനെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെയാണോ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക തന്നെ ചെയ്യണേ, കമന്റ് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കിയേക്കാം. 36 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ചോതി എന്നൊരു സ്റ്റാർ, 27 വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 38, എൻ എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ, 1988, ബി അഗൈൻ വന്നിട്ടുണ്ട്. ഒ വന്നിട്ടുണ്ട്. 1986 വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജൂലൈ മന്ത് വന്നിട്ടുണ്ട്. 6 വന്നിട്ടുണ്ട്. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 28, ഉത്രട്ടാതി, ആലപ്പുഴ, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് 7 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എപ്പോഴാണോ എത്തുന്നത് ആ ഒരു 7 ഡേയ്സിനുള്ളിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. നെക്സ്റ്റ് നമുക്ക് 34, അനിഴം നക്ഷത്രം, വി എന്നൊരു ലെറ്റർ, എം അഗൈൻ വന്നിട്ടുണ്ട്. ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റർ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലെറ്റർ ആയാലും നമ്പർ ആയാലും 40 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.